ഹലോ എവരി വൺ. ഇന്ന് ജാനുവരി 24 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫിൻടെക് സ്കൈഡോ സെക്യൂർസ് RBI നോഡ് ടു ഓപ്പറേറ്റ് ആസ് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ഫോർ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഫിൻടെക് ഫേമായ സ്കൈഡോ സെക്യൂർ ചെയ്തിരിക്കുകയാണ് RBIയുടെ അപ്രൂവൽ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസിൽ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവലാണ് ഫിൻടെക് സ്കൈഡോന് ഇപ്പോൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ബംഗളൂരു ബേസ്ഡ് ഫിൻടെക് ഫേം സ്കൈഡോ ഹാസ് റിസീവ്ഡ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു ഓപ്പറേറ്റ് ആസ് എ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ക്രോസ് ബോർഡർ എൻറ്റിറ്റി. ദിസ് മൈൽസ്റ്റോൺ പൊസിഷൻസ് സ്കൈഡോ among the select few players authorized to facilitate cross-border payment under RBI regulations. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. പിന്നെ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സ്കൈഡോ ശ്രീവത്സൻ ശ്രീധർ ആണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഒഡീഷ ഗവൺമെൻറ് പാർട്ട്നേഴ്സ് വിത്ത് സിംഗപ്പൂർസ് GFTN ടു ലോഞ്ച് ഫിൻടെക് ഹബ് ഇൻ ഭുവനേശ്വർ. അപ്പോൾ ഫിൻടെക് ഹബ്ബ് ഭുവനേശ്വറിൽ ഒരു ഫിൻടെക് ഹബ്ബ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഡീഷ ഗവൺമെൻറ് സിംഗപ്പൂരിൻ്റെ GFTN ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ഒഡീഷ ഗവൺമെൻറ്റ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് പാർട്ട്നേർഡ് വിത്ത് സിംഗപ്പൂർ ബേസ്ഡ് ഗ്ലോബൽ ഫിനാൻസ് ആൻഡ് ടെക്നോളജി നെറ്റ്വർക്ക്. GFTൻ്റെ ഫുൾ ഫോം ആണ് ഗ്ലോബൽ ഫിനാൻസ് ആൻഡ് ടെക്നോളജി നെറ്റ്വർക്ക് ടു സെറ്റ് അപ്പ് എ ഗ്ലോബൽ കോമ്പറ്റൻസി സെൻറ്റർ ഇൻ ഭുവനേശ്വർ പ്രൈമറിലി ഫോക്കസിങ് ഓൺ ഇൻഷുർടെക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതാണത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ദിസ് പാർട്ട്ണർഷിപ്പ് ഫോർമലൈസ്ഡ് ഡ്യൂറിങ് സിംഗപ്പൂർ പ്രസിഡന്റ് താർമാൻ ഷൺമുഖരത്നംസ് വിസിറ്റ് ടു ഒഡീഷ. ആ സമയത്താണിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ഒരു ഡിസ്കഷനിൽ. പിന്നെ സപ്പോർട്ട്സ് ഇന്ത്യാസ് വിഷൻ ഓഫ് ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 2047. 2047 ആകുമ്പോഴേക്കും ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഇൻഷുറൻസ് ഫോർ ഓൾ ആണ്. അതായത് എല്ലാവർക്കും ഓരോ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം എന്നുള്ള ഒരു ടാർഗറ്റാണ്, ഒരു വിഷനാണ്, സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു ഹബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സരള ഏവിയേഷൻ അൺവെയിൽസ് പ്രോട്ടോടൈപ്പ് ഫോർ ഇന്ത്യാസ് ഫസ്റ്റ് എയർ ടാക്സി എയിംസ് ടു ലോഞ്ച് ഇൻ 2028. അപ്പോൾ സരള ഏവിയേഷൻ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് പ്രോട്ടോടൈപ്പ് ഫോർ ഇന്ത്യാസ് ഫസ്റ്റ് എയർ ടാക്സി. അപ്പോൾ 2028 ആകുമ്പോഴേക്കും ലോഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. സരള ഏവിയേഷൻ എ ബംഗളൂരു ബേസ്ഡ് സ്റ്റാർട്ടപ്പ് അൺവെയിൽഡ് ഇറ്റ്സ് പ്രോട്ടോടൈപ്പ് എയർ ടാക്സി ശൂന്യ അറ്റ് ദ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ. The company aims to launch the electric flying taxis in Bengaluru by 2028 to become the first to introduce urban air transport in India. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. HDFC Life announces corporate agency tie-up with the CARS Cars 24 ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ HDFC ലൈഫ് കോർപ്പറേറ്റ് ഏജൻസി ടൈപ്പ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കാർസ് 24 ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വായിക്കാം. HDFC ലൈഫ്, വൺ ഓഫ് ഇന്ത്യാസ് ലീഡിംഗ് ലൈഫ് ഇൻഷുറേഴ്സ്, has recently entered into a corporate agency tie-up with Cars 24 Financial Services Private Limited. Cars 24 Financial Services Private Limited is a professionally managed non-banking financial company registered with the Reserve Bank of India and with IRDAI as an insurance corporate agent. The company is a part of Cars 24 Group and offers a variety of vehicle financing solutions to customers. Insure24, a major milestone for Cars 24, is set to transform the digital insurance landscape for India's rapidly growing online consumer base. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI cancels registration of Mumbai based X10 Financial Services.
അപ്പോൾ RBI ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഓഫ് മുംബൈ ബേസ്ഡ് എക്സ്റ്റൻഡ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ രജിസ്ട്രേഷനാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് സെഡ് ഇറ്റ് ഹാസ് ക്യാൻസൽഡ് രജിസ്ട്രേഷൻ ഓഫ് എക്സ്റ്റൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഡ്യൂ ടു ഇറഗുലാരിറ്റി ഇൻ ഇറ്റ്സ് ഡിജിറ്റൽ ലെൻഡിംഗ് ഓപ്പറേഷൻസ്. The Mumbai-based company was providing loans through several service providers, including Vcash Technology, XNP Technology, Yarlang Technology, Sinrui International, Omelette Technology, Mad Elephant Network Technology, and Huida Technology. RBI said the certificate of registration has been cancelled as a company violated guidelines on code of conduct in outsourcing of financial services in its digital lending operations by outsourcing its core decision-making functions such as credit appraisal, fixing of a rate of interest, as well as know your customer verification to service provider, and failed to conduct due diligence on the service providers. അപ്പോൾ അതൊക്കെ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ RBI മുംബൈ ബേസ്ഡ് എക്സ്റ്റൻഡ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിലയൻസ് പവർ അപ്പോയിൻറ്റ്സ് നീരജ് പ്രകാശ് ആസ് CEO ഫോർ 3 years. അടുത്ത 3 വർഷത്തേക്ക് CEO ആയിട്ട് റിലയൻസ് പവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് നീരജ് പരാഖിനെ. നീരജ് പരാഖ് വിൽ ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് റിലയൻസ് പവർ ഫോർ ദ നെക്സ്റ്റ് 3 years. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. ന്യൂ RBI റൂൾസ് മാൻഡേറ്റ് സ്ട്രിക്റ്റർ ഓവർസൈറ്റ് ഓൺ ARC ബോറോവർ സെറ്റിൽമെൻറ്റ്. അപ്പോൾ പുതിയ RBI റൂൾസ് വന്നിരിക്കുകയാണ്. സ്ട്രിക്റ്റർ ഓവർസൈറ്റ് ഓൺ ARC ബോറോവർ സെറ്റിൽമെൻറ്റ്സിന് സ്ട്രിക്റ്റർ ഓവർസൈറ്റ് റൂൾസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് ന്യൂ റൂൾസ് എയിംഡ് അറ്റ് സ്ട്രീംലൈനിങ് ആൻഡ് ടൈറ്റനിങ് ദ സെറ്റിൽമെൻറ്റ് പ്രോസസ് ഫോർ ഡ്യൂസ് പേയബിൾ ബൈ ബോറോവേഴ്സ് ടു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. The revised framework by RBI, announced through a circular, mandates that asset reconstruction companies adopt a more structured approach to settle dues while ensuring transparency and accountability in their operations. As per the new guidelines, every asset reconstruction company must establish a board approved policy that governs the settlement of borrower dues. The policy is required to address critical aspects such as eligibility criteria for one-time settlements, permissible sacrifices based on exposure categories, and methodologies to determine the realizable value of securities. Meanwhile, for borrowers with outstanding dues exceeding 1 crore rupees, settlements can only proceed after a thorough evaluation by an independent advisory committee, the RBI said. This committee has to comprise experts with technical, financial, or legal expertise who will assess the borrower's financial position, projected earnings, and recovery prospects before making recommendations to the ARC. Further, the board of directors, including at least of 2 independent directors, must deliberate on IAC's recommendations and evaluate alternative recovery options. The board's decision, along with the rationale, must be meticulously documented in the meeting minutes. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് അക്വയേഴ്സ് സ്റ്റാൻഡ് ചാർട്ട്സ് 3,330 crore rupees പേഴ്സണൽ ലോൺ പോർട്ട്ഫോളിയോ. അപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് സ്റ്റാൻഡ് ചാർട്ടിൻ്റെ 3,330 കോടി രൂപയുടെ പേഴ്സണൽ ലോൺ പോർട്ട്ഫോളിയോ അക്വയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് സെഡ് ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് ദ അക്വിസിഷൻ ഓഫ് 3,300 crore rupees പേഴ്സണൽ ലോൺ ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ഇന്ത്യ ഫോളോയിങ് റെഗുലേറ്ററി അപ്രൂവൽസ്. After having received the necessary regulatory approvals and upon fulfillment of the relevant conditions precedent, the bank on January 23, 2025 completed the acquisition, Kotak Mahindra Bank said.
The private sector bank has picked up the entire quantum of the foreign lenders' personal loans classified as standard advances. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻകോയ്സ് INCOIS ഹൈദരാബാദ് സെലക്ടഡ് ഫോർ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബാന്ധൻ പുരസ്കാർ. ആപ്ത പ്രബാന്ധൻ പുരസ്കാർ 2025 അതിന് സെലക്ട് ആയിരിക്കുകയാണ് INCOIS ഹൈദരാബാദ്. അപ്പോൾ അതിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബാന്ധൻ പുരസ്കാറിന് സെലക്ട് ആയിരിക്കുകയാണ് ഇൻകോയ്സ് ഹൈദരാബാദ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻകോയ്സിൻ്റെ ഫുൾ ഫോം: The Indian National Center for Ocean Information Services has been selected for the Subhash Chandra Bose Apda Prabandhan Puraskar 2025 in the institutional category for its excellent work in disaster management. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.